ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. ഒരുപാട് കാലമായി ഒരു വീഡിയോ, ഗുണപ്രദമായ ഒരു വീഡിയോ കണ്ടന്റ് കിട്ടാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ചാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം, അതുണ്ടാക്കാൻ ആവശ്യമായത് ചുക്ക്, അതുപോലെ നല്ല ജീരകം, അതുപോലെ ശർക്കരപ്പൊടി ഉണ്ട്, പിന്നെ പെപ്പർ പൗഡർ ഉണ്ട്. ഇതിൻ്റെ റേഷ്യോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ കൊത്തമ്പാലി അഥവാ മല്ലി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ മല്ലി ഇവിടെ നിന്നൊക്കെ വരണല്ലേ, അപ്പോൾ അതൊന്ന് കഴുകി വെച്ചു. ഇതെല്ലാം കൂടി വറുത്തിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ട് കാപ്പിക്കും ചായക്കും ബദൽ. ഇത് ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒന്നല്ല, അത് നിലവിൽ പ്രകൃതി ചികിത്സാലയത്തിൽ കൊടുക്കുന്ന സംഭവമാണ്. കാരണം ഇതിവിടെ ഇപ്പം പറയാനുണ്ടായ കാരണം, എനിക്ക് കിട്ടാണ്ടായ കാരണം, എൻ്റെ വാപ്പമ്മയും ഒരു 14 ദിവസമായിട്ട് അവിടെ അഡ്മിറ്റാണ്. അപ്പം ഞാനവിടെ പോകുമ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചപ്പോൾ നല്ല കാര്യമാണ്, ഏതായാലും ചായയും കാപ്പിയും ഒഴിവാക്കണം എന്ന് കരുതിയിട്ട് കുറേ കാലമായി. അപ്പം അതിന് പകരം വെക്കാൻ എന്തെങ്കിലും ആണല്ലോ. അപ്പം ഞാനിത് ഒരു പാക്കറ്റ് അവിടുന്ന് വാങ്ങി വന്നിരുന്നു. ഉലുവൊക്കെ ഉണ്ട്, ഉലുവ. അത് കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടമായ കാര്യം. അപ്പോൾ ഏതായാലും ഞങ്ങളിത് 2 പേർക്ക്, എൻ്റെ വൈഫിനും എനിക്ക് 1 മാസത്തെ അളവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ജീരകം 100 ഗ്രാം, ഇതും ജീരകവും അതുപോലെ ജിഞ്ചർ പൗഡർ അഥവാ ചുക്ക് പൗഡർ, ഇത് കൂടുതൽ ഇതാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ മല്ലിയും കൂടുതൽ എടുക്കുന്നത്. മല്ലി 100, ജീരകം, പിന്നെ ഈ ജീരകം ചെറിയ ജീരകമാണ്, അത് 100, പിന്നെ ചുക്ക് പൗഡർ 100. ബാക്കിയുള്ള ഉലുവ 1 ടീസ്പൂണ്, ടീസ്പൂണല്ല, ടേബിൾ സ്പൂണ്. അതുപോലെ കുരുമുളക് പൊടി ടേബിൾ സ്പൂണ്, വലിയ സ്പൂണ് 1 ടേബിൾ സ്പൂണ്. ഇത്രയാണ്. പിന്നെ ഇത് നമുക്ക് ഇപ്പോഴും ഇടാം, അല്ല ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടുന്ന പോലെ നമുക്ക് ശർക്കര പൊടിയാണിത്, അപ്പോഴും ഇടാം, എങ്ങനെ ഇടാം, നമ്മളെ പാകത്തിനനുസരിച്ച്. അങ്ങനെയാണ് ഇതിൻ്റെ കഥ. പിന്നെ ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മൾ വെക്കും. 2 ടീസ്പൂണ് ചായയിലിട്ടിട്ട്, ഒരു ചായക്ക് 2 ടീസ്പൂൺ നേരത്ത് പാകത്തിനിട്ട് ഇളക്കിയിട്ട് കുടിക്കും. അത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ടോക്സിനുകളൊക്കെ പുറത്തു പോകാനൊക്കെ വളരെ നല്ല കാര്യമാണ്, നല്ല സംഭവമാണ്. കാരണം ഹെൽത്തിയാണ്, കഫം പുറന്തള്ളാനും ഒരുപാട് കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ആ ലഹരിയിലിങ്ങനെ പെട്ട് കിടക്കാതെ, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ വരും അതിൻ്റേതായ രീതിയിൽ. അപ്പം അതിൽ നല്ല ഇതുപോലുള്ള നല്ല ഹെൽത്തിയായ പ്രകൃതി ദത്തമായ ചേരുവകൾ ചേർത്തുള്ള ചാപ്പിയിലോട്ട് നമ്മൾ മാറാം. ആരോഗ്യമാണ് സമ്പത്ത്, ഹെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത്, അഥവാ ഹെൽത്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണം.